നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതി കണക്കിലെടുത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് സജ്ജമായി. തായംകുളങ്ങര റാഫേൽ ആൻഡ് സൺസ് സർക്കേഡിലാണ് പുതിയ ഓഫീസ് തുറന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള SPC ദിനാഘോഷം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SPC കേഡറ്റുകൾ അണിനിരുന്ന പരേഡ് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതി കണക്കിലെടുത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കാലവർഷക്കെടുതി നേരിടാൻ പഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അറിയിച്ചു. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധം പ്രദേശത്തെ സർക്കാർ സ്കൂളുകളിൽ ക്യാമ്പുകൾ തുറക്കും. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണം, ആളുകളുടെ ആരോഗ്യ സംരക്ഷണം, മഴക്കാല രോഗങ്ങളുടെ നിയന്ത്രണം എന്നിവയ്ക്കാവശ്യമായ നടപടികളും സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്യാമ്പുകളുടെ സുഗമമായ നടത്തിപ്പിന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത്, റവന്യൂ, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോടെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും ജനങ്ങളെ സുരക്ഷിതരാക്കാനും ആവശ്യമായ മുൻകരുതലുകളും സ്വീകരിച്ചതായും പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രിസ്റ്റീന, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, ചേർപ്പ് SI മൗഷമി, വില്ലേജ് ഓഫീസർമാരായ സ്മിത, ശ്രീവിദ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ പ്രകൃതിയുടെ പ്രതികൂല സാഹചര്യമായതിനാൽ, മഴ തീവ്രമായതിനാലും ചേർപ്പ് പഞ്ചായത്ത് വളരെ സജ്ജമാണ്. ക്യാമ്പുകൾ തുറക്കാനും അതേമാതിരി തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം പ്രദേശങ്ങളിൽ വന്നാൽ അവരെ കയറി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. എന്താവശ്യം വന്നാലും ഏത് സമയത്തും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ചേർപ്പ് പഞ്ചായത്തിൽ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏത് സമയത്തും വിളിക്കാവുന്ന നമ്പർ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മെമ്പർമാരായാലും ഒക്കെ വിളിക്കാം. ഏത് സമയത്തും 24 മണിക്കൂറും സജ്ജമായുള്ള ടീം ചേർപ്പ് പഞ്ചായത്തിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് സജ്ജമായി. തായംകുളങ്ങര റാഫേൽ ആൻഡ് സൺസ് സർക്കേഡിലാണ് പുതിയ ഓഫീസ് തുറന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഒരുമിച്ച് ഉത്സാഹിച്ചാൽ നമുക്ക് ഒരു കൊല്ലത്തിനകം അത് വാങ്ങി ഉദ്ഘാടനം. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഒരു ഓഫീസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും പറയാം, ഒരു വലിയ പ്രതീക്ഷയാണ്. ഓഫീസ് ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അവിടെ വരുന്നവരുടെ ആ മുഖം നമ്മൾ മനസ്സിലാക്കിയാലാക്കണം. അതൊരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. അപ്പം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾക്കാണ് നമ്മളൊരു ഓഫീസിലേക്ക് ചെല്ലുന്നത്. അവിടെ നമുക്ക് നിവർത്തിച്ച് കിട്ടേണ്ടത് അതിൻ്റെ പരിഹാരമാണ്. അപ്പം ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി ആ ഓഫീസ് മാറുമ്പോൾ അതിലേറെ സന്തോഷം നമുക്ക് വരാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭരണകക്ഷിയാകുമ്പോൾ ഈ ഓഫീസിലേക്ക് പൊതുജനങ്ങളെല്ലാവരും കടന്നു വരും. ആ കടന്നു വരുന്ന പൊതുജനങ്ങളുടെ പ്രതീക്ഷ പൂവണിയിക്കുക, സഫലീകരിക്കുക എന്നുള്ള ക്രിയാത്മകമായ വലിയ ഉത്തരവാദിത്തമാണ്
ഈ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലൂടെ നമ്മൾ നടത്തുക. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒത്തൊരുമ നിലനിൽക്കാനായെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു സ്വന്തമായ ഒരു സ്ഥലവും ഓഫീസും കൂടെ സാധ്യമാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, പിന്നെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാതെ, എല്ലാവർക്കും ഒരേമാതിരി എല്ലാ കാര്യങ്ങളും സമയം കിട്ടിയെന്നതില്ല. എന്നിരുന്നാലും ഒരു കുറച്ച് പേരുകൾ പരാമർശിക്കാതെ പോയാൽ അത് വളരെ തെറ്റായിരുന്നു. കാരണം നമ്മുടെ ചേർപ്പ് മണ്ഡലം കോൺഗ്രസിന്റെ ഉണ്ണികൃഷ്ണൻ ഈ ഒരു ഓഫീസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് മുഖ്യാതിഥിയായി. KPCC അംഗങ്ങളായ MK അബ്ദുൽ സലാം, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറിമാരായ KK അശോകൻ, ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ CN ഗോവിന്ദൻകുട്ടി, ചേർപ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിജോ ജോർജ്, റോസിലി ജോയ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ് എന്നിവർ സംസാരിച്ചു. ഷനിൽ പെരുവനം, ജോർജ് ആൻഡോ, CK ഭരതൻ, KK രാജേഷ്, VK വിനോദ്, ഷീല ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള SPC ദിനാഘോഷം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SPC കാഡറ്റുകൾ അണിനിരുന്ന പരേഡ് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് SPC കേഡറ്റുകൾ പങ്കെടുത്ത സെറിമോണിയൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം പതാക ഉയർത്തൽ നിർവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം തൂഫാൻ ബാഡ്ജ് മന്ത്രിക്ക് നൽകി. നവീകരിച്ച SPC ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു. അഡീഷണൽ SP VI കൃഷ്ണദാസ് സെറിമോണിയൽ പരേഡിന് മേൽനോട്ടം വഹിച്ചു. ഗീത ഗോപി MLA, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ, PTA പ്രസിഡന്റ് MS അലക്സി, MPTA പ്രസിഡന്റ് സജിത, SMC ചെയർമാൻ CA ഷമീർ, SPC PTA പ്രസിഡന്റ് CA രാജു, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, പ്രധാനാധ്യാപിക K ജില്ലി ജോസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ബബ്ലി ഗിരിജൻ, OSA പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി. തൃശൂർ റൂറൽ ജില്ലയിൽ നിന്നുള്ള 14 പ്ലാറ്റൂണുകളിലായി 420 കേഡറ്റുകൾ സെറിമോണിയൽ പരേഡിൽ പങ്കെടുത്തു. 7 ആൺകുട്ടികളുടെ പ്ലാറ്റൂണുകളും പെൺകുട്ടികളുടെ 7 പ്ലാറ്റൂണുകളും മതിലകം അവർ ലേഡി ഓഫ് ഫാത്തിമ ഗേൾസ് സ്കൂളിലെ പെൺകുട്ടികളുടെ ഒരു ബാൻഡ് പ്ലാറ്റൂണും പരേഡിൽ പങ്കെടുത്തു. ആൺകുട്ടികളുടെ വിഭാഗം പരേഡിൽ മികച്ച പ്ലാറ്റൂണിനുള്ള 1ാം സ്ഥാനം എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിനാണ് 1ാം സ്ഥാനം. മതിലകം അവർ ലേഡി ഓഫ് ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ നയിച്ച ബാൻഡ് പ്ലാറ്റൂണിന് ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പരിശീലനം ലഭിക്കാൻ ലഭിച്ച ഈ അവസരം അത് വളരെ മനോഹരമായി തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാളുകളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആംഡ് ഫോഴ്സുകളിലേക്ക് ഭാഗമായി മാറുവാനുള്ള ഒരു പ്രചോദനമായി മാറുവാനും, അതുപോലെ സമൂഹത്തിൽ നിന്ന് ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം തന്നെ ഒരു വലിയ പ്രചരണവും വ്യാപനവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണത്തിലേക്ക് ഭാഗമായി പ്രവർത്തിക്കുവാനും വളരെ ക്വാളിഫൈഡായി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പരിശീലനം നിങ്ങൾക്ക് SPCയുടെ ഭാഗമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2010 ആരംഭിച്ച ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞ 16 വർഷക്കാലമായി വളരെ സജീവമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് പോകുന്നു. ഇന്ന് 900-ലധികം വരുന്ന സ്കൂളുകളിൽ ഇതിൻ്റെ ഭാഗമായ SPC യൂണിറ്റിൽ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ SPCയുടെ ഭാഗമായ പരിശീലനം ലഭിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. SPC അലുമിനി പോലും ഇന്ന് വളരെ കാര്യക്ഷമമായി തന്നെ നമ്മുടെ സ്കൂളുകൾക്കകത്ത് പുറത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും SPC എന്ന ഈ ആശയം നടപ്പിലാക്കിയെടുത്തതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംഡ് ഫോഴ്സുകളിലേക്ക് ഭാഗമായി മാറുവാനും ജീവിതത്തിലൊരു ക്രമീകരണം ഉണ്ടാകുവാനും ഒക്കെയുള്ള ഒരു പ്രവർത്തനത്തിന് ഏറ്റവും ഗുണകരമായ ഒന്നായി മാറുന്നുണ്ട്.
നിലവിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ SPC കേഡറ്റുകൾ നടത്തി വരുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. സ്കൂളുകൾക്ക് മുമ്പിൽ ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ SPCയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, പഞ്ചായത്ത് മെമ്പർമാരായ അനിത ശൈലേന്ദ്രൻ, രശ്മി സുരേന്ദ്രൻ, സരോജിനി സുധാകരൻ, വിൻസെന്റ് പിടിയത്ത്, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ശങ്കർ ജി, K ബാബുരാജൻ, TP ഹൈൻസ്, TG രാജൻ, NV അജിതൻ എന്നിവർ പൂക്കള മത്സരത്തിന് നേതൃത്വം നൽകി. മത്സരത്തിൽ ലഗാൻ പുതുക്കുളങ്ങര 1ാം സ്ഥാനം സ്വന്തമാക്കി. ചാത്തുകുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനവും വല്ലച്ചിറ യുവജന സമിതി 3ാം സ്ഥാനവും നേടി. പാലിശ്ശേരി ശെരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്ര നാമാർച്ചന, കലശപൂജ, കലശാട്ടം എന്നിവ ഭക്തി നിർഭരമായി നടന്നു. അവിടിശ്ശേരി പാലിശ്ശേരി യോഗക്ഷേമ ഉപസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ ഒരുക്കിയത്. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്ര നടപ്പുരയിൽ കലശപൂജയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ലളിത സഹസ്രനാമാർച്ചനയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ക്ഷേത്രം തന്ത്രി ഇളങ്ങല്ലൂർ കൃഷ്ണദാസ് നമ്പൂതിരി കലശാട്ട ചടങ്ങുകൾ നിർവഹിച്ചു. അമിണിശ്ശേരി പാലിശ്ശേരി യോഗക്ഷേമ ഉപസഭയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. കലശാട്ടത്തിനു ശേഷം ശെരിശ്ശേരിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു. ചേർപ്പ് പൊട്ടിച്ചിറ അംബേദ്കർ സങ്കേതത്തിന്റെ വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് സ്വീകരിക്കാൻ പ്രത്യേക യോഗം ചേർന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായാണ് ഗീതാഗോപി MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പൊട്ടുച്ചിറ അംബേദ്കർ സങ്കേതത്തിലാണ് MLAയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും പങ്കെടുത്ത യോഗം നടന്നത്. വെള്ളക്കെട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡും ശോചനീയാവസ്ഥയിലുള്ള വീടുകളും ഉൾപ്പെടുന്നതാണ് ചേർപ്പ് പൊട്ടുച്ചിറ അംബേദ്കർ സങ്കേതം. ഇവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. 47 കുടുംബങ്ങളാണ് കേരളത്തിൽ തന്നെ ആദ്യ അംബേദ്കർ സങ്കേതമായ ചേർപ്പ് പൊട്ടുച്ചിറ അംബേദ്കർ സങ്കേതത്തിലുള്ളത്. അംബേദ്കർ സങ്കേതത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന ഗീതാഗോപി MLA പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. നാട്ടിക മണ്ഡലത്തിൽ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് ആദ്യം നവീകരിക്കുന്നത് ചേർപ്പ് പൊട്ടുച്ചിറ അംബേദ്കർ സങ്കേതമാകും. തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ വീടുകളിൽ സന്ദർശനം നടത്താൻ യോഗം തീരുമാനിച്ചു. MLAയെ കൂടാതെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വാർഡ് മെമ്പർ അനിത അനിലൻ, SC ചേർപ്പ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, SC പ്രൊമോട്ടർ, CDS അംഗം ഓമന കുട്ടമോൻ, പൊതുപ്രവർത്തകൻ അശോകൻ പടിപ്പുരയ്ക്കൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അടുത്ത ദിവസങ്ങളിലായി റോഡ് ഉയർത്തുന്നതിന്റെയും വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുമായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. CPI എട്ടുമന ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ചേർപ്പ് ആര്യ ഐക്കയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് നേത്ര പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓമന കുട്ടമോൻ അധ്യക്ഷയായി. CPI ലോക്കൽ കമ്മിറ്റി അംഗം ജയൻ കണ്ണോളി, PC അശോകൻ, വിശ്വനാഥൻ എട്ടുമന എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മികവുറ്റ വിദ്യാലയങ്ങളാണ് രാഷ്ട്ര പുരോഗതിയുടെയും യുവ സംരംഭകത്വത്തിന്റെയും ആണിക്കല്ലെന്ന് കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ വിദ്യാഭ്യാസത്തിലൂടെ കർമ്മോത്സുകരായ സംരംഭകരെ സൃഷ്ടിക്കാൻ സാധിക്കണം. ഇതിലൂടെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളുടെയും പുരോഗതിക്കാണ് വഴിവെക്കുക. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ മണ്ണിൽ വേരുകളാഴ്ത്തി പഠനം നടത്തുന്നവരാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് ഉയരങ്ങളിലേക്കെത്താൻ അവർക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NV ജയരാജ് അധ്യക്ഷനായി. മുൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ രുദ്രൻ വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക PM രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ, മണികണ്ഠൻ കിഴക്കൂട്ട്, ലിറ്റി ജോയ്, പ്രിൻസിപ്പൽ KB അജൂഷ്, K ജയകുമാർ, AP ശ്യാംപ്രസാദ്, KR ദീപ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ
ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. CITU പാറളം പഞ്ചായത്ത് കോർഡിനേഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോടന്നൂർ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ. CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് കോർഡിനേഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. സദീപ് ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CU ഉദയൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, KK അനിൽ, OA സുബീഷ്, M മധു, MK വിലാസ്, സുനിത പ്രദീപ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലയിൽ ഇത്തവണയും ഓണാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിക്കും. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ആലോചനാ യോഗത്തിലാണ് തീരുമാനം. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ആലോചനാ യോഗം ചേർന്നത്. DTPCയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലാണ് ജില്ലാതല ഓണാഘോഷ പരിപാടികൾ നടക്കുക. ഓണാഘോഷ പരിപാടികൾക്കൊപ്പം വിവിധ കലാസന്ധ്യകളും അരങ്ങേറും. ഈ മാസം 29-ന് പുലിക്കളി ആഘോഷത്തോടെ തൃശൂർ ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗിക സമാപനമാകും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും. NK അക്ബർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് M സന്ദീപ്, അസിസ്റ്റന്റ് കലക്ടർ AC പ്രീതി, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നെന്മിനിയിൽ 2 കാറുകൾ നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി. ഒരു കാർ ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റി. ചൊവ്വല്ലൂർ പടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുറുക്കുവഴി തേടിയ 2 കാറുകളാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത്. നെന്മിനി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള റോഡിലൂടെ വരുന്നതിനിടെ വലിയ തോട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ഒരു കാറിൽ തൈക്കാട് സ്വദേശിയും കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി രക്ഷപ്പെട്ടു. ഈ കാർ പിന്നീട് ഫയർഫോഴ്സ് എത്തി കെട്ടിവലിച്ച് കരക്കെത്തിക്കുകയായിരുന്നു. ചാവക്കാട് സ്വദേശിയുടെ കാർ കാണാതാവുകയും പിന്നീട് തോട്ടിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാർ ഇപ്പോഴും തോട്ടിൽ തന്നെ കിടക്കുകയാണ്. കാർ തോട്ടിൽ നിന്നും പുറത്തെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. വടക്കേക്കാട് ജ്വല്ലറിയിൽ ഭിത്തി തുറന്ന് മോഷണത്തിന് ശ്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിലായി. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതികൾ ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് അകത്തു കയറിയെങ്കിലും പെട്ടെന്ന് അലാം മുഴങ്ങിയതോടെ മോഷണശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിലാണ് ഇവർ പിടിയിലായത്. അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും അയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ സിറ്റി ഷാഡോ പോലീസും വടക്കേക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷക്കെടുതി കണക്കിലെടുത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് സജ്ജമായി. തായംകുളങ്ങര റാഫേൽ ആൻഡ് സൺസ് സർക്കേഡിലാണ് പുതിയ ഓഫീസ് തുറന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള SPC ദിനാഘോഷം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SPC കേഡറ്റുകൾ അണിനിരുന്ന പരേഡ് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.